ഷിനോജ് എസ് ടി കൂടി ചേരുകയാണ്. ഷിനോജ്, നേരത്തെ കോട്ടയം എസ് പിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട്, വെല്ലുവിളികൾ ഒരുപാടുണ്ട്. ആ പുഴയുടെയൊക്കെ തന്നെ സ്വഭാവം നോക്കുമ്പോൾ വലിയ വെല്ലുവിളിയാണ് കാലാവസ്ഥ സംബന്ധിച്ചൊക്കെ. ഇപ്പോൾ എങ്ങനെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് ഷിനോജ്? രക്ഷാപ്രവർത്തനം ആ സമയത്ത് തന്നെ തുടങ്ങിയിരുന്നു. കാരണം 2 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. അപകടം നടന്ന അതിന് ആ സമയത്ത് തന്നെ ഈ അപകടം നടന്ന കരയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആളുകളൊക്കെ തന്നെ ഈ വള്ളം മറിയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് തന്നെ പ്രധാനമായും നാട്ടുകാരൊക്കെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഫയർഫോഴ്സും മറ്റ് തെരച്ചിൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ സ്ഥലത്തേക്ക് എത്തി എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായ രീതിയിലുള്ള തെരച്ചിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഈ 22 പേരാണ് ഇതിൽ ഉണ്ടായിരുന്നെന്നാണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. അങ്ങനെ 21 പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു. ബാക്കി ഒരാളെ മാത്രം, അതായത് 42 വയസ്സുള്ള കണ്ണനെ മാത്രമാണ് ഇനി രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ളത് എന്നതാണ് കാര്യമാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഈ പ്രദേശവും അതിങ്ങനത്തെ ഒരു പ്രദേശമാണ്, പ്രത്യേകിച്ച് ചതുപ്പ് മൂടിയ ഒരു പ്രദേശമാണ്. അവിടേക്ക് എത്തിപ്പെടാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകിച്ച് ഈ വാർത്തയൊക്കെ ഇറങ്ങി അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 42 വയസ്സുള്ള കണ്ണന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പെട്ടെന്ന് തന്നെ, അതായത് ആ സമയത്ത് തന്നെ ഈ നാട്ടുകാരൊക്കെയാണ്, അതുകൊണ്ട് തന്നെ പലർക്കും നീന്തലൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വളരെ തീരത്തോട് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ പലരും രക്ഷപ്പെട്ട് ഈ നീന്തിയൊക്കെ തന്നെ കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജീഷ്.